ഹായ് ഫ്രണ്ട്സ്, ജിഷ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്നിവിടെ നമ്മുടെ ഒരു സ്ഥലം വരെ വന്നിരിക്കുകയാണ്. ഒരു പപ്പീസിനെയൊക്കെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. എന്ത് പപ്പീസാണെന്നറിയോ? ഡാഷ് കേട്ടോ. അപ്പോൾ ഡാഷ് പപ്പീസാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് കേട്ടോ, സെയിലിന്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള ചേട്ടനുമായിട്ട് സംസാരിക്കാമല്ലോ. അപ്പൊ ഇത് പ്രസവിച്ചിട്ട് എത്ര മാസമായി? പ്രസവിച്ചിട്ട് ഇന്നേക്കിപ്പോ 41 ദിവസം. ഓക്കെ. അപ്പൊ ഈ പ്രസവത്തില് എത്ര കുട്ടികളാണ്? ഈ പ്രസവത്തിൽ ഇപ്പോ രണ്ടാമത്തെ പ്രസവമാണ്. 7 കുട്ടികളുണ്ടല്ലേ? ഓക്കെ. എല്ലാം ആക്റ്റീവ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് എന്തൊക്കെ ഫുഡാണ് നമ്മള് ആദ്യം തൊട്ട് തുടങ്ങി കൊടുക്കുന്നത്? ട്രൂളിന്റെ സ്റ്റാർട്ടർ ആണ്. അതെയോ? പിന്നെ ചെറുതായിട്ട് വെള്ളത്തിൽ ചാലിച്ചിട്ട് കൊടുക്കുക ചെയ്യാം. ആണല്ലേ? പിന്നെ ഇടനേരത്തില് ഒരു പപ്പി ബിസ്ക്കറ്റ് ഉണ്ടല്ലേ? അത് കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ അപ്പൊ ഈ ഫുഡാണോ നമ്മള് കുട്ടിക്ക് കൊടുക്കുന്നത്? ഇതിന്റെ സ്റ്റാർട്ടർ ആണ്. ഇതൊന്ന് നോക്കിക്കോളൂ. ഇതിന്റെ സ്റ്റാർട്ടർ ഇതാണ് കേട്ടോ കൊടുക്കേണ്ടത്. നമ്മള് ഇതിന്റെ വേറെ കമ്പനി ഉണ്ട്, നോക്കി കൊടുക്കാം അല്ലേ? ഇതൊന്നുകൂടി വലുതായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിന്റെ നെക്സ്റ്റ് മേടിക്കും. ആണല്ലേ? ഓക്കെ. പിന്നെ അടുത്ത വേറെ എന്താ സപ്ലിമെന്റ് കൊടുക്കുന്നേ? പിന്നെ ഇത് ജസ്റ്റ് ഇടനേരത്തിന് ബിസ്ക്കറ്റ് പോലെ കൊടുക്കാം അല്ലേ? അങ്ങനെ കൊടുക്കുന്ന ആണല്ലേ? ഓക്കെ. അതിന്റെ പടം ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. അപ്പൊ ഇതൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇതിപ്പോ 41 ദിവസമായി. ഇപ്പൊ 45ാമത്തെ ദിവസം ഒരു കുത്തിവെപ്പുണ്ട്. ആണല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ 60, പിന്നെ 90, പിന്നെ 6 മാസം കൂടുമ്പോഴാണല്ലേ? ഓക്കെ. അപ്പൊ ഇതിനെ ഇത്രയൊക്കെ വീഡിയോയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി, എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയൊക്കെ പറഞ്ഞു തന്ന മോനെ നന്ദി പറയുന്നു. അപ്പോൾ ആൾക്കാർക്കൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ എല്ലാ പപ്പീസിനെയും കൂടെ ഒന്ന് ഓടിച്ച് അവരുടെ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇവരുടെ മദർ ഡോഗ്. ഇപ്പൊ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണമായിട്ട് കിടക്കും ആശ. അപ്പൊ ഇതാണ് കേട്ടോ മദർ ഡോഗ്. എന്ത് ഫ്രണ്ട്ലിയാന്ന് നോക്കിക്കേ. കുട്ടികൾക്ക് കിടന്നിട്ട് പാലൊക്കെ കൊടുക്കുന്നുണ്ടോ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.